വേണൊരു നല്ലൊരു സ്വഭാവമുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി ആ പെരുമാറ്റം, ആ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം അവൻ നോവലിൽ മുഴുവനും കാണാൻ പറ്റും. ആ ഒരു സ്വഭാവം നമുക്ക് അവന്റെ നോവൽ ഏത് വരികൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സ്വഭാവം നോവൽ മുഴുവൻ ഉണ്ടാവും. പിന്നെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള നമ്മുടെ മനോഭാവമാണ്. സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ ട്രെയിനിലൊക്കെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്ന പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഇപ്പൊ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ നമ്മൾക്ക് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാറാണ്. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അപ്പോൾ രക്ഷപ്പെടുന്ന ഒരു മനോഭാവം. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു മനോഭാവം മാറി. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം മൈസൂർ പോയപ്പോൾ ഇതിൽ കണ്ടപ്പോൾ നമ്മൾ കേട്ടത് പോയപ്പോൾ അവർ കണ്ടത് ശരിക്കും നിന്ന് പോയിട്ട് ഇപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവം. അപ്പോൾ അന്നേരം വേറൊരു നോവലിലാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് അവർ ആ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആ വിഷമതകൾ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണ്. അതായത് സമൂഹത്തിന് ഒരു മാറ്റം വേണമെങ്കിൽ നോവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ആ ഒരു സ്വഭാവം നമ്മളിലൊക്കെ ഈ വായിച്ച എല്ലാവരിലും ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ട് പോലെ ആ ഒരു ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഓരോരോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു നോവലുകൾ സമൂഹത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ നോവൽ നമുക്ക് പറ്റിച്ചേരുന്നത്. പിന്നെ അത് വായിക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷം ആലോചിക്കുന്നത് എങ്ങനെ വേണം ഇതിൽ സുമതിയോട് എടുത്തു പോകുന്നു, അതിനപ്പുറത്തേക്ക് അടുക്കരുതെന്ന് തോന്നിപ്പോകുന്നത് നമ്മളെ ഒരു സ്വാർത്ഥതയാണോ എന്തോന്നറിയില്ല. ഞാൻ നോവൽ വായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയും മുഴുവൻ വായിച്ചു. ഇത് എന്നോട് പറഞ്ഞു, വേണോട് ചോദിച്ചു നോക്കണം ഇത് ഇന്നത് തന്നെയാണോ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായത്. അപ്പൊ അത്രയും നല്ല ആ ഒരു നോവൽ ഏതൊരാളും പെട്ടെന്ന് വായിച്ച് തീർക്കാൻ ഒരു വെമ്പലെടുക്കുന്ന ഒരു നോവലാണ്. അതാണ് ഈ നോവൽ. ഇനിയും വേണം നന്നായിട്ട് എടുക്കണം, നല്ലൊരു എഴുത്തുകാരനായിട്ട് മാറണം. ഇപ്പൊ നല്ല എഴുത്തുകാരനുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരനായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ വിഷയം പറയുമ്പോൾ നമ്മുടെ പരിശീലനമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം, പക്ഷെ അവർക്ക് വലിയൊരു കാര്യമില്ല. കാരണം നിങ്ങൾ